+1 CBSE കഴിഞ്ഞ് +2 അക്കാഡമിക് ഇയറിലേക്ക് പോകുന്ന കുട്ടികളാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണേണ്ടത്. ബിക്കോസ് ഇറ്റ് ഈസ് ഹൈ ടൈം ടു തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ. 2025 +2വിന് ശേഷം നമ്മൾ എന്താവണം, ഏത് കോളേജിലേക്ക് പോകണം എന്നുള്ളത് ചിന്തിച്ചു തുടങ്ങണം. മെഡിക്കൽ റിലേറ്റഡ് കോഴ്സസിനൊക്കെ താല്പര്യമുള്ളവർ എപ്പോഴും എയിം ചെയ്യുന്ന ഒരുപാട് ഇന്ത്യയിലെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ലൈക്ക് എയിംസ്, ജിപ്മ എക്സെട്ര, AFMC എക്സെട്ര. അതേപോലെ ഒരു എഞ്ചിനീയറിംഗ് ആസ്പിരന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് സയൻസ് ഫീൽഡിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദർ ഇസ് എ വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളായിരിക്കുന്ന IITs, NITs, IIITs, CFTIs, അതുപോലെ IISER, NICER, IISc, ISI, CMI തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ നേടുന്നതിനും നമ്മളൊരു എൻട്രൻസ് പ്രൊസീജിയറിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന CBSE +1 കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ +2 ബോർഡ് എക്സാമിന്റെ കൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ, +1 സീരിയസ് ആയിട്ട് നോക്കിയിട്ടില്ല, 10ാം ക്ലാസ്സിന്റെ ഹാങ് ഓവറിലായിരുന്നു, +1 ഒരുപാട് പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ആൻഡ് +2 വരുന്ന വർഷമാണ്, അതാണെങ്കിൽ ബോർഡ് എക്സാം ആണ്. സോ ബോർഡ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ എൻട്രൻസ് പ്രിപ്പറേഷൻ നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ, അല്ലെങ്കിൽ അത് നമ്മുടെ ബോർഡ് എക്സാമിന്റെ പ്രിപ്പറേഷനെ ബാധിക്കുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ നമുക്കുണ്ടാവും. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. +2വിന് ശേഷം നമ്മൾ എവിടേക്ക് പോകണമെങ്കിലും ഒരു എൻട്രൻസ് പരീക്ഷ എഴുതാൻ നിർബന്ധിതരാണ്. ബിക്കോസ് അതാണ് ഇന്ത്യയിലെ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം. നീറ്റ്, JEE മാത്രമല്ല, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു പ്യുവർ കെമിസ്ട്രി എടുത്ത്, അല്ലെങ്കിൽ പ്യുവർ ഫിസിക്സ് എടുത്ത്, പ്യുവർ സയൻസ് ഫീൽഡിലേക്ക്, ഇന്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്കൊക്കെ പോകണമെങ്കിൽ കുവൈറ്റ് എന്ന് പറയുന്ന മറ്റൊരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ടതുണ്ട്. സോ നമ്മൾ +2വിന്റെ കൂടെ തന്നെ ഈ എൻട്രൻസ് എക്സാമിനേഷനെ പറ്റി നല്ല ധാരണ ഉണ്ടാക്കണം. ബിക്കോസ് നമ്മൾ അതിലേക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. +2 നമുക്ക് ഗംഭീരമായി തന്നെ ഇതിന്റെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെ, അതിനെന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത്, +2 ബോർഡ് എക്സാമിന് വേണ്ടി എങ്ങനെ പഠിക്കണം, എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള നിങ്ങളുടെ എല്ലാ ക്വയറീസും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മളിതാ ഒരു ഫ്രീ വെബിനാർ സംഘടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ നീറ്റ് റിലേറ്റഡ് ആയിരിക്കുന്ന ഡൗട്ടുകളും +2 ബോർഡ് എക്സാമിനെ പറ്റിയുള്ള ആശങ്കകളും എല്ലാം നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന വെബിനാറിൽ പങ്കുവെക്കാവുന്നതാണ്. സിമിലർലി JEEക്ക് വേണ്ടിയുള്ള ഫ്രീ വെബിനാറിലും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സോ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. മറക്കരുത്, ഈ വരുന്ന ഞായറാഴ്ച 17ാം തീയതിയാണ് വെബിനാർ നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് JEEയും +2 ബോർഡ് എക്സാമിനേഷനും എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതും, അത് കഴിഞ്ഞ് 3:30ക്ക് നീറ്റും CBSE +2 ബോർഡ് എക്സാമിനേഷൻ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. എല്ലാവരും പങ്കെടുക്കുക, നിങ്ങളുടെ ആശങ്കകൾ പങ്കുവെക്കുക, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക. See you there.